ബിനിൽ, എന്താണ് ദേവസ്വം വിജിലൻസിന്റെ നീക്കം? മോത്തി, ദേവസ്വം വിജിലൻസ് കൂടുതൽ ഉദ്യോഗസ്ഥരുടെ മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് 2019 കാലഘട്ടത്തിലടക്കം ഈ ദ്വാരപാലക ശില്പങ്ങൾ അഴിച്ചെടുത്ത് ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ട സമയം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ എല്ലാ മൊഴികൾ ഇപ്പോൾ ദേവസ്വം വിജിലൻസ് രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ കർണാടകയിൽ അവർ അന്വേഷണം നടത്തുകയാണ്. അതായത് ഇവിടെ നിന്ന് അഴിച്ച് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ യഥാർത്ഥത്തിൽ എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്, അത് പിന്നീട് ആരുടെയൊക്കെ കയ്യിലെത്തി തുടങ്ങിയ കാര്യങ്ങൾ അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ബാങ്ക് രേഖകൾ, അത് ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ടുള്ള കാലത്തെയാണ്. അതായത് 2014-15 കാലഘട്ടത്തിലെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകളാണ്. അതിനപ്പുറത്ത് 2019 മുതലുള്ള ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ കൂടി വിജിലൻസ് പരിശോധിക്കുകയാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുമ്പോൾ തന്നെ ലക്ഷക്കണക്കിന് രൂപ ഈ അക്കൗണ്ടുകളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് വളരെ കുറവാണ്. ഡെപ്പോസിറ്റായിട്ടാണ് വലിയ തുകകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഡെപ്പോസിറ്റായി വന്നിരിക്കുന്ന തുകകൾ പിന്നീട് ഏത് രീതിയിൽ റൂട്ട് ചെയ്യപ്പെടുന്നു, അത് എങ്ങനെയൊക്കെയാണ് ഇത് പോകുന്നത്, ഓരോ വ്യക്തികളും എന്തിനു വേണ്ടിയാണ് ഈ പണം നൽകിയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കണം. അത് പരിശോധിക്കുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ. ഈ ബാങ്ക് രേഖകളിൽ ആരൊക്കെയാണ് ഈ പണമടച്ചതെന്നൊക്കെ ഉള്ളത് നമുക്ക് ആ രേഖകളിൽ വ്യക്തമാണ്. പക്ഷേ ഈ സ്വകാര്യത എന്ന് പറയുന്നൊരു കാര്യത്തിന് വളരെ പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ആ പണം നൽകിയവരുടെ പേര്, വിശദാംശങ്ങൾ അത് മാസ്ക് ചെയ്ത് തന്നെ നൽകിയിരിക്കുന്നത്. ആ വ്യക്തികളിലേക്ക് ഇനി വിജിലൻസിന് അന്വേഷണം പോകേണ്ടി വരും. ആ അന്വേഷണം പോകുമ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി വരികയും ചെയ്യുക. എന്തായാലും ഉണ്ണികൃഷ്ണൻ പൊറ്റി ഒരു ചെറിയ ആളല്ല. ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് ഈ ശബരിമലയിൽ വലിയ ബന്ധമുണ്ടായിരുന്നു. ആരാണ് ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ അങ്ങോട്ടേക്ക് എത്തിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം, അതായത് ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് പിന്നാലെ ദേവസ്വം ബോർഡ് പോയി ഈ സ്വർണം പൂശുന്നതിനും മറ്റു അറ്റകുറ്റപ്പണികൾക്കുമുള്ള സഹായം അങ്ങോട്ട് അഭ്യർത്ഥിക്കുകയാണ്. യഥാർത്ഥത്തിൽ സ്മാർട്ട് ക്രിയേഷൻസ് 40 വർഷത്തെ വാറണ്ടിയിൽ ചെയ്ത് നൽകിയ ഒരു വർക്കാണ്. അതുകൊണ്ട് അവർ ഇത്തവണ ഈ അറ്റകുറ്റപ്പണികൾ ഫ്രീ ആയി ചെയ്തു എന്നാണ് അവരുടെ അഭിഭാഷകനായ KB പ്രദീപ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അവിടെ വേണ്ടി വന്നത് വെറും 19 ഗ്രാം സ്വർണം മാത്രമാണ്. അതായത് 2.25 പവൻ സ്വർണം മാത്രമാണ് ഇത്തവണ അധികമായി എടുത്തിരിക്കുന്നത്. അത്ര വളരെ ചെറിയ അളവിലുള്ള സ്വർണത്തിന് വേണ്ടിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നാലെ വീണ്ടും ദേവസ്വം ബോർഡ് പോയതെന്ന് നമ്മൾ ഓർക്കണം. ശബരിമലയിലെ നടവരവ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂറിൽ കിട്ടും ഈ 2.25 പവനിലധികം സ്വർണം ശബരിമലയിൽ. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ വ്യക്തിക്ക് പിന്നാലെ വീണ്ടും വീണ്ടും ദേവസ്വം ബോർഡ് പോയത് എന്നതടക്കം ദുരൂഹത തന്നെയാണ് ബിനിൽ. എന്തുകൊണ്ട് ഈ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയി, ഇതിന് പിന്നിൽ ആര് എന്നത് വളരെ കൃത്യമായി കണ്ടെത്തണം. ദേവസ്വം ബോർഡിന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് കൈ കഴുകാൻ കഴിയില്ല.